ഞാൻ ഡോക്ടർ ബിന്ദു, പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അനസ്തീഷ്യോളജി, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പരിയാരം. ഞാനൊരു പെയിൻ ഫിസിഷ്യനും കൂടിയാണ്. അതിൽ ട്രെയിനിങ് അണ്ടർഗോ ചെയ്തിട്ടുണ്ട്. മിനിസ്റ്റർ 25/2/26 രാത്രി 10 മണിയോടുകൂടിയാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് പരിയാരത്തിലെത്തിയത്. ആ സമയത്ത് ഒരുവിധ എല്ലാ വകുപ്പ് മേധാവികളും മേലുദ്യോഗസ്ഥരുമൊക്കെ മാഡത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. MRI എടുക്കാനായിട്ടാണ് മെയിനായിട്ട് കൊണ്ടുവന്നത് മാഡത്തിനെ. കാരണം അവിടുത്തെ ഞങ്ങളുടെ മെഡിക്കൽ കോളേജ് പരിയാരത്തിലെ തന്നെ ന്യൂറോളജിസ്റ്റും ന്യൂറോ സർജനും ഓർത്തോപീഡീഷ്യനും മാഡത്തിനെ ഗവൺമെൻറ് ആശുപത്രി കണ്ണൂർ വെച്ചിട്ട് കാണുന്നുണ്ടായിരുന്നു. ജില്ലാ ആശുപത്രിയിൽ കണ്ടപ്പോഴാണ് വേദന അസഹനീയമാണ്, ബ്ലഡ് പ്രഷറിന് വ്യതിയാനമുണ്ട്, കൂടുതലാണ്, ഹാർട്ട് റേറ്റ് വളരെയധികം കൂടുതലാണ്, വളരെയധികം വേദന, ഷോൾഡർ പെയിനും നെക്കിലോട്ട് പെയിൻ വ്യാപിക്കുന്നു, പിന്നെ വലത്തെ കൈയിലോട്ടും വ്യാപിക്കുന്നു എന്നുള്ളത് കണ്ടതുകൊണ്ട് MRI എടുക്കേണ്ടതായിട്ട് അവർക്ക് സംശയം തോന്നി. തരിപ്പും ഉണ്ടായിരുന്നു കയ്യിൽ. 40% എന്തോ സെൻസേഷന് വ്യത്യാസമുണ്ടെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് MRI എടുക്കാനായിട്ട് പരിയാരം മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുവന്നത്. രാത്രിയിൽ എത്തിയപ്പോൾ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഇപ്പോൾ പരിശോധനയിൽ ഹാർട്ട് റേറ്റ് എല്ലാം കൂടിയതുകൊണ്ട് BP എല്ലാം കൂടുതലുള്ളതുകൊണ്ട് കൂടുതൽ പരിശോധന ആവശ്യമായിട്ടാണ് അവിടെ എത്തിയത്. അതായിരുന്നു മാഡത്തിൻ്റെ അപ്പോഴത്തെ അവസ്ഥ. MRIക്ക് മുന്നേ അതുപോലെ എന്താണ് ഇതിനുള്ള ബേസിക് കാരണം എന്നുള്ളത് കണ്ടെത്തേണ്ടത് കൊണ്ട് ആ സമയത്ത് നമ്മൾ ഇഞ്ചക്ഷൻസ് ഒന്നും കൊടുക്കാതെ തന്നെ MRI എല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ ട്രാൻസ്പ്ലാന്റ് അഥവാ സ്ട്രോക്ക് യൂണിറ്റിന് വേണ്ടി കരുതലായിട്ട് കഴിഞ്ഞ ആഴ്ച എല്ലാം റിനോവേഷൻ വർക്കെല്ലാം കഴിഞ്ഞ് പൂർത്തീകരിച്ച് കിടക്കുന്ന ICU പരിചരണം കൊടുക്കാവുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെ പേഷ്യൻസ് ഒന്നും ഇപ്പം ഇല്ല. പക്ഷേ മാഡത്തിനെ ഒബ്സർവ് ചെയ്യാൻ പറ്റും. നമുക്ക് തീർത്തും സ്വകാര്യത പാലിക്കണമല്ലോ. അതുകൊണ്ട് മുറികളിലുള്ള പരിചരണം കൊടുക്കാനും പറ്റുന്ന ഒരവസ്ഥയായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തത്. അവിടെ ഷിഫ്റ്റ് ചെയ്ത് മോണിറ്ററെല്ലാം ഘടിപ്പിച്ച് നമ്മൾ മാഡത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് ഒന്നുകൂടെ നോക്കി മരുന്നുകൾ കൊടുക്കാനുള്ള തീരുമാനങ്ങൾ എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ കണ്ടുപിടിച്ചത് മാഡം കടുത്ത വേദനയിലാണെന്നും ഈ രക്തസമ്മർദ്ദത്തിൻ്റെ ഒരു ഉയർന്ന ഹാർട്ട് റേറ്റിൻ്റെയും റീസൺ വേദന തന്നെ ആയിരിക്കും എന്നുള്ള ഒരു നിഗമനത്തിൽ എത്താൻ കാരണം MRI ഹോൾ സ്പൈൻ സ്ക്രീനിങ് ചെയ്തിരുന്നു. കാരണം കഴുത്തിൻ്റെയാണ് വേദന കൂടുതലായിട്ട് പറഞ്ഞിരുന്നത്. അപ്പോൾ തത്സമയം തന്നെ ഞങ്ങൾ ഡോക്ടർമാരവിടെ സ്യൂട്ടിൽ നിന്ന് അത് ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റി. മാഡത്തിന് ഡീജനറേറ്റീവ് ചേഞ്ചസ് കുറച്ചധികം ഉണ്ടായിരുന്നു കഴുത്തിലും നടുവിൻ്റെ ഭാഗത്തും. D10 എന്ന് പറയും. നമ്മുടെ പുറകിൽ ഉള്ള കശേരുകൾക്കിടയിൽ എല്ലാം തന്നെ ഡിസ്ക് ബൾജസ് ഉണ്ട്. അതിൽ തന്നെ C4, 5, 5, 6 ലെവലുകളിലുള്ള ബൾജസ് കുറച്ച് അധികമാണെന്നും അത് കഴുത്തിലോട്ട് ഇറങ്ങുന്ന ഞരമ്പുകളിൽ പ്രസ് ചെയ്യുന്നുണ്ടെന്നും കണ്ടുപിടിച്ചു. അത് തന്നെയായിരുന്നു മാഡത്തിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പം അത് റാഡിക്കുലോപ്പതി എന്ന് ഞങ്ങൾ പറയും. 4, 5, 5, 6 റാഡിക്കുലോപ്പതി എന്ന്. അപ്പം ആ ഒരു കാരണം കൊണ്ട് റേഡിയേഷനും എല്ലാ ഫൈൻഡിങ്സും വലതുവശത്തോട്ട് തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. വലതുവശത്തോട്ടായിരുന്നു ഫൈൻഡിങ്. അപ്പോൾ രണ്ടും കൂടെ കോറിലേറ്റ് ചെയ്യുന്നതായിട്ട് നല്ലവണ്ണം നമുക്ക് എവിഡൻസ് കിട്ടി. അപ്പം അതുകൊണ്ടാണ് അതിനുള്ള ചികിത്സ കൊടുക്കാനുള്ള തീരുമാനമെടുത്തത്. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുണ്ട്. അതായത് ഇപ്പം ഒരാക്ഷേപം എന്തെന്ന് വെച്ചാൽ മാഡത്തിനെ പെട്ടെന്ന് വീട്ടിൽ വിട്ടതിനെക്കുറിച്ച് ഒരാക്ഷേപമുണ്ട്. അപ്പോൾ എനിക്ക് അതും കൂടെ ഒന്ന് പറയാൻ അവസരം തരണം. കാരണം നമ്മൾ സാധാരണ രോഗികൾക്കും എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ IV സെഡേഷൻ അഥവാ മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റ് ഇമ്മീഡിയറ്റ്ലി തന്നെ ഉണ്ടാകും. അപ്പോൾ ആദ്യമേ കനത്ത മരുന്നുകൾ തന്നെയാണ് കൊടുത്തത്. സ്റ്റെപ്പ് 3 മരുന്നുകൾ തന്നെയാണ് കൊടുത്തു. മാഡം റെസ്റ്റ് എടുത്തു. ഉച്ചയോടുകൂടി മാഡത്തിൻ്റെ വേദന കുറഞ്ഞു വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴായിരുന്നു ഞങ്ങളുടെ രണ്ടാമത്തെ മെഡിക്കൽ ബുള്ളറ്റിൻ. അപ്പോഴാണ് മാഡത്തിൻ്റെ വേദന കുറയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ സമയത്ത് മാഡത്തിനെ വിടാൻ പറ്റത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു റിപ്പോർട്ട് ഞങ്ങൾ തയ്യാറാക്കിയത്. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വേദന കുറയുകയും മാഡം എഴുന്നേറ്റിരിക്കുകയും ഈ ഫയലുകളൊക്കെ നോക്കി തുടങ്ങുകയും ചെയ്തു. അപ്പോൾ മാഡത്തിൻ്റെ തന്നെ ഉച്ചയോടുകൂടി ഞങ്ങളൊരു സ്ഥായിയായിട്ട് ബ്ലഡ് ലെവലിൽ നിൽക്കാനുള്ള ഒരു അനാൽജസിക് പാച്ച് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതോടുകൂടി ആ പാച്ച് അതിനു മുന്നേ ബാത്റൂമിൽ പോകുമ്പോഴും ഒക്കെ വേദന അധികരിക്കുന്നുണ്ടായിരുന്നു. ഓരോ പ്രാവശ്യവും ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ വേദന തിരിച്ചു വന്ന് കിടക്കുമ്പോൾ വേദനയുണ്ടായിരുന്നു. അപ്പോൾ വിടാൻ പറ്റുന്ന ഒരവസ്ഥയിലായിരുന്നില്ല. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം പാച്ചും ഈ മരുന്നുകളും എല്ലാം ഇഫക്റ്റീവായി തുടങ്ങിയപ്പോഴത്തേക്കും മാഡം ഫയലുകൾ നോക്കി തുടങ്ങുന്നത് കണ്ടു.
അതിനുശേഷം മാഡത്തിൻ്റെ ഫാമിലി ഹസ്ബൻഡും ഒക്കെ ഉണ്ടായിരുന്നു. മക്കളുടെയൊക്കെ അഭ്യർത്ഥനയെ മാനിച്ച് ഞങ്ങളൊരു പുനരവലോകനം കൂടെ ചെയ്തു 10 മണിയോടുകൂടി. ആ സമയത്താണ് എന്നാൽ പിന്നെ യാത്ര അനുവദിക്കാം. കാരണം അപ്പോൾ മാഡം പറയുകയും ചെയ്തു, എനിക്ക് ഇവിടുത്തേക്കാളും സ്വസ്ഥമായിട്ട് നമ്മളപ്പോൾ ഞങ്ങൾ ഈ പെയിൻ ഫിസിഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ മാഡത്തിൻ്റെ വേദനകളെ 4 രീതിയിലാണ് അസസ് ചെയ്തത്. ഒന്ന് ഫിസിക്കൽ പെയിൻ, അതിനുള്ള മരുന്നുകളിൽ കൂടെ നമുക്ക് ചികിത്സിക്കാം. രണ്ടാമത് സൈക്കോളജിക്കൽ, അതൊരു 25%. അത് മാഡത്തിന് നല്ല രീതിയിലുണ്ടായിരുന്നു. നമ്മൾ ഡിസ്ട്രസ് സ്കെയിലിൽ മാഡം ഏറ്റവും മൂത്ത ലെവലിൽ തന്നെയാണ് അവിടെ നിന്നത്. പിന്നെ സ്പിരിച്വൽ പെയിൻ, മാഡം എന്നോട് ചോദിക്കുകയുണ്ടായി എനിക്ക് ജീവിക്കണ്ടേ എന്ന്. ആ ഒരു ക്വസ്റ്റ്യനിൽ ഏതൊരു ഒരു മനുഷ്യനെയും പോലെ ഒരു വ്യക്തിയെയാണ് എനിക്ക് അവിടെ കാണാൻ പറ്റുള്ളൂ. എനിക്കും ജീവിക്കണ്ടേ എന്നാണ് ഞാൻ ചോദിച്ചത്. അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, അതുകൊണ്ടാണ് ഞാൻ അവരോട് ഫൈറ്റ് ചെയ്യാൻ നിന്നതെന്നാണ് മാഡം പറഞ്ഞത്. അപ്പം അതൊക്കെ നമുക്ക് വളരെ എന്താ സൈക്കോ സോഷ്യൽ സ്പിരിച്വൽ തലത്തിലുള്ള വേദനകൾ മാഡത്തിനുണ്ടെന്ന് മനസ്സിലായി. അപ്പം 4 ഭാഗങ്ങളും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ഫിസിക്കൽ പെയിൻ കൺട്രോൾഡ് ആയ സ്ഥിതിക്ക് മാഡത്തിൻ്റെ സൈക്കോ സോഷ്യൽ സ്പിരിച്വൽ ശാന്തതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മാഡം ആഗ്രഹിക്കുന്ന പോലെ വിട്ടേ പറ്റുള്ളൂ. കാരണം അവിടെ പേഷ്യൻ്റ് ഓട്ടോണോമി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. കാരണം പേഷ്യൻറ്റിൻ്റെ സമ്മതപ്രകാരമേ നമുക്ക് എന്ത് ചികിത്സയും കൊടുക്കാൻ പറ്റുള്ളൂ. മാഡത്തിന് പോകണം എന്നാവശ്യപ്പെടുമ്പോൾ അത് മാഡത്തിന് ദ്രോഹമായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിട്ടുകൊടുത്തേ പറ്റുള്ളൂ. അത് അവരുടെ ഇഷ്ടമാണ് എവിടെ പോയി എങ്ങനെ ചികിത്സ നേടണം എന്നുള്ളത്. അതുകൊണ്ടാണ് അവിടുന്ന് ഡിസ്ചാർജിന് സമ്മതിച്ചത്. പിന്നെ അതുകൂടാതെ മാഡത്തിന് ഈ എല്ലാ മാർഗ്ഗങ്ങളെയും കുറിച്ച് ഒരു ഓപ്ഷൻ കൊടുത്തിരുന്നു. കാരണം റെയിൽവേ വേണോ, പിന്നെ ഈ പറഞ്ഞ മാതിരി പ്ലെയിനാണോ പോകേണ്ടത് എന്നൊക്കെയുള്ള ചർച്ചകളും വന്നിരുന്നു. റോഡ് മാർഗ്ഗം പോകണോ, റോഡ് മാർഗ്ഗം ഏറ്റവും ഗുരുതരം തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും കാരണം കുറേ കൂടെ സമയമെടുക്കും എന്നുള്ളത് കൊണ്ട് തന്നെ പക്ഷേ ഞങ്ങൾ പറഞ്ഞപ്പോൾ മാഡം പറഞ്ഞൊരു റീസൺ ബാത്റൂമിൽ പോകണമെങ്കിലും പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കണമെങ്കിലും ഫുഡ് ഒക്കെ ആണെങ്കിലും ട്രെയിൻ പ്രശ്നമാണ്. അതേപോലെ തന്നെ ഫ്ലൈറ്റ് ആണെങ്കിലും ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല, കൊച്ചിയിൽ പോയി വീണ്ടും വെയിറ്റിംഗ് ഒക്കെ ഉണ്ട്. അതിലും ഭേദം മാഡത്തിന് ഒത്തിരി സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ പോകുന്ന വഴിയിലുണ്ട്. ഓരോ തടത്തായിട്ട് നിർത്തി ഫുഡ് കഴിച്ച് ബാത്റൂമിൽ പോയി റെസ്റ്റ് എടുത്ത് ഓരോ തടത്തായിട്ട് മാഡം എത്തിക്കോളാം. അതിനെ തുടർന്ന് മാഡത്തിൻ്റെ ക്യാനുല മാറ്റിയിരുന്നില്ല. കാരണം ഇൻ കേസ് എന്തെങ്കിലും ഒരു ആവശ്യം വഴിയിൽ വേണ്ടി വന്ന ആശുപത്രി കയറി ഇഞ്ചക്ഷൻ എടുക്കാൻ തന്നെ മാഡത്തിന് IV ക്യാനുല റീറ്റെയിൻ ചെയ്തിട്ടാണ് വിട്ടിരുന്നത്. ബാക്കി മരുന്നുകളെല്ലാം കയ്യിലെടുത്തിരുന്നു. എല്ലാ ഉപദേശങ്ങളും പാലിച്ച് തന്നെയാണ് പോയിരിക്കുന്നത്. റെസ്റ്റ് എടുത്തെടുത്താണ് ഇപ്പോൾ എത്തേണ്ട സ്ഥലത്ത് എത്തിയിരിക്കുന്നത് എന്നാണ് എനിക്ക് ഇതുവരെ കിട്ടിയ റിപ്പോർട്ട്. റോഡ് മാർഗ്ഗത്തിൽ വെളുപ്പിനെ പോകാനുള്ള മറ്റൊരു റീസണായിട്ട് മാഡം ഞങ്ങളുമായിട്ട് പറഞ്ഞത് ട്രാഫിക് ഏറ്റവും കുറഞ്ഞ സമയം നോക്കി, അതുകൊണ്ടാണ് രാത്രിക്ക് പോയത്. കാരണം ഞങ്ങൾ ഡിസിഷൻ എടുക്കുമ്പോൾ തന്നെ രാത്രി 12-1 മണിയോടുകൂടിയാണ് രാത്രിയിലത്തെ ബോർഡ് കഴിഞ്ഞ് ഈ എല്ലാം വരായികളെല്ലാം പരസ്പരം ഡിസ്കസ് ചെയ്ത് തീരുമാനമെടുക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ ഉടനെ റെഡിയായി കുടുംബാംഗങ്ങളോടൊപ്പം മിനിസ്റ്റർ പുറപ്പെട്ടത്. മാഡം ഇപ്പോഴും ചികിത്സയിൽ തന്നെയാണ്. മരുന്നുകളുടെ പ്രവർത്തനം നന്നായി നടക്കുന്നുണ്ട്. അതേസമയം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. കാരണം മസിലൊക്കെ തിരിച്ച് റിലാക്സ് ചെയ്യാനുള്ള മരുന്നുകളും ഞരമ്പുകളുടെ ഇതുപോലെ സംവേദനം കുറയ്ക്കാനുള്ള മരുന്നുകളും ഒക്കെ കൊടുക്കുമ്പോൾ മാഡത്തിന് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും മാഡം നേരിടുന്നുണ്ട്.